നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലെല്ലാം പോളിംഗ് നടന്നു കഴിഞ്ഞു. ഈ വീഡിയോ കാണുന്ന ആളുകളിൽ പലരും മുന്നേ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടാവാം, ഇനി അതുമല്ലെങ്കിൽ ഭാവി വോട്ടർമാരും ഉണ്ടാകാം. നമ്മുടെ രാജ്യത്തെ വോട്ടെടുപ്പും വോട്ടെണ്ണൽ എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഒരു മണ്ഡലത്തിൽ നിന്നും കുറേ ആളുകൾ മത്സരിക്കുന്നു, മുഴുവൻ വോട്ടുകളും എണ്ണിക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ആരാണോ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നത് പോലെയാണോ ലോകത്തെ മറ്റ് സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയല്ല എങ്കിൽ ലോകത്തെ മറ്റ് വോട്ടെടുപ്പ് രീതികൾ എന്തൊക്കെയാണ്, ഈ ഓരോ വോട്ടെടുപ്പ് രീതിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു നിക്ഷേപാവസരം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോ മാസവും ഒരു ചെറിയ തുക വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല അവസരം വന്നിരിക്കുകയാണ്. കാനറ HSBC ലൈഫ് ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മാസം ഈ ഏപ്രിൽ 30 വരെ മാത്രമേ നിങ്ങൾക്ക് NFOയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം സുരക്ഷിതമാക്കി വയ്ക്കുകയും മറ്റൊരു ഭാഗം നിഫ്റ്റി മിഡ് ക്യാപ് 150 മൊമെന്റം 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇൻഡെക്സിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ യഥാക്രമം 29.4%, 26.9% റിട്ടേൺസ് തന്നിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2014 ഇതുപോലുള്ള ഒരു ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 11 മടങ്ങിന്റെ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. ഇനി കാനറ HSBC ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ സോൾവൻസി റേഷ്യോ നോക്കുകയാണെങ്കിൽ അത് 252% കാണാം. ഇനി പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒരു ഫണ്ടിൽ മാസം 18,000 രൂപയൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ ഒരു റിട്ടേൺ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന തുക സേഫ് ആയിരിക്കും, നമുക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിലവിൽ ഈ ഒരു NFOയുടെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതിന് ശേഷം നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ആദ്യം നമുക്ക് നമ്മുടെ വോട്ടെടുപ്പിനെ കുറിച്ച് മനസ്സിലാക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഓരോ മണ്ഡലത്തിലും പോൾ ചെയ്ത മുഴുവൻ വോട്ടുകളും എണ്ണിക്കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് ഇവിടെ വിജയിച്ച് MPയും MLAയും ഒക്കെ ആവുന്നത്. ഈ വോട്ടിംഗ് രീതിക്ക് ഒരു പേരുണ്ട്. അതിനെയാണ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ FPTP സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു ഓട്ട മത്സരമൊക്കെ പോലെയാണ്. കുറേ അധികം പേര് മത്സരിക്കുന്നു. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ആ ഒരു ഫിനിഷിംഗ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു ഫിനിഷിംഗ് പോസ്റ്റ് മറികടക്കുന്ന ആളെയാണ് വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന പേര് വന്നത്. ഏകദേശം 58ഓളം ലോകരാജ്യങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണിത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഈ ഒരു രീതിയുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ഏറ്റവും വലിയ നല്ല വശം എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ്. അതായത് വോട്ടെടുപ്പിലോ വോട്ടെണ്ണലിലോ യാതൊരു വിധത്തിലുള്ള കോംപ്ലക്സ് പ്രോസസ്സുകളുമില്ല. വോട്ടർമാർക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളെ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നു. മറ്റ് യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷനുകളും ഇല്ല എന്ന് കാണാം. എന്നാൽ ഈ വോട്ടിംഗ് രീതിക്ക് ചില മോശം വശങ്ങളുമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഉദാഹരണം എടുക്കാം. നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 4 പാർട്ടികളിൽ നിന്നും 4 പേരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇവിടെ ചുവപ്പ് പാർട്ടിയുണ്ട്, നീല പാർട്ടിയുണ്ട്, ഓറഞ്ച് പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ വെള്ള പാർട്ടിയുണ്ട്. റെഡ്, ബ്ലൂ, ഓറഞ്ച്, വൈറ്റ് ഇങ്ങനെ 4 പാർട്ടികളിൽ നിന്നാണ് ആളുകൾ മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു മണ്ഡലത്തിൽ മുഴുവൻ 100 വോട്ടർമാരാണുള്ളത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 100 വോട്ടർമാരും ഈ 4 പേർക്കും വോട്ട് ചെയ്ത് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? റെഡ് പാർട്ടിക്ക് 35 വോട്ട് കിട്ടിയിരിക്കുന്നു, ബ്ലൂ പാർട്ടിക്ക് 30 വോട്ട് കിട്ടിയിരിക്കുന്നു, ഓറഞ്ച് പാർട്ടിക്ക് 20 വോട്ടും വൈറ്റ് പാർട്ടിക്ക് 15 വോട്ടുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ടെണ്ണലിൻ്റെ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് റെഡ് പാർട്ടിക്കാണ്. 35 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റെഡ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ മണ്ഡലത്തിലെ വെറും 35% പേര് മാത്രമാണ് റെഡ് പാർട്ടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്ന് മാത്രമല്ല ബാക്കി 65% പേരും റെഡ് പാർട്ടി അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അതായത് ആ നാട്ടിലെ 2% ആളുകളും പിന്തുണയ്ക്കാത്ത ഒരാൾ അവരുടെ ജനപ്രതിനിധിയായി മാറുന്നു. അപ്പോൾ ഈ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ ശരിക്കും ജനാധിപത്യപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്നതിനെ വിളിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തെ പ്രശ്നം. ഇതിൻ്റെ പ്രതിഫലനം നമുക്ക് പാർലമെൻറ്റിലും അതുപോലെ തന്നെ ഗവൺമെൻറ് രൂപീകരണത്തിലും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് 2019 ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ ആദ്യത്തെ 10 പാർട്ടികളുടെ ലിസ്റ്റാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത് BJPക്കാണ്. 303 സീറ്റുകൾ അവിടെ ലഭിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ സാധുവായിട്ടുള്ള മുഴുവൻ വോട്ടുകളിലെയും 37.3% വോട്ടുകളാണ് BJP എന്ന പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. സോ അവർക്ക് മൊത്തം വോട്ടിൻ്റെ 37.3% കിട്ടി. പക്ഷേ ലോക്സഭയിലേക്ക് വന്നപ്പോൾ ടോട്ടൽ 543 സീറ്റുകളാണുള്ളത്. ഈ 543 സീറ്റുകളിലെ 55.8% സീറ്റുകളും അവർക്ക് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന പാർട്ടി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെന്ന് കാണാം. 52 സീറ്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവർക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 19.4% കാണാം. പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന ലോക്സഭയിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന മുഴുവൻ സീറ്റോ അത് വെറും 9.57%. ഇങ്ങനെ ഇലക്ഷനിൽ മത്സരിക്കുന്ന പാർട്ടികൾക്ക് കിട്ടുന്ന വോട്ടിൻ്റെ അളവിലും അവർക്ക് കിട്ടുന്ന സീറ്റിൻ്റെ അളവിലും വലിയ രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്പൻസി ഈ ഒരു സിസ്റ്റം മൂലം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളാണ് ഈ ഒരു വോട്ടിംഗ് രീതിയുടെ ഒന്നാമത്തെ പോരായ്മയായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഈ വോട്ടിംഗ് രീതിയുടെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഉദാഹരണത്തിൽ തന്നെ ഓറഞ്ച് വൈറ്റ് പാർട്ടികൾ ചെറിയ പാർട്ടികളും, അതായത് ലോക്കൽ പാർട്ടികളും, റെഡ് ബ്ലൂ പാർട്ടികൾ വലിയ ദേശീയ പാർട്ടികളുമാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾക്കറിയാം വലിയ പാർട്ടിയിലെ ആളുകളാണ് ഭൂരിഭാഗം സമയങ്ങളിലും ജയിക്കാൻ പോകുന്നത്. ലോക്കൽ പാർട്ടികൾക്ക് ഇവിടെ വലിയ സാധ്യതയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ ഈ വൈറ്റ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹമെങ്കിലും അയാൾക്ക് ജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് അവർ വലിയ പാർട്ടികളിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധിതരാകുന്നു. അതായത് തങ്ങൾ വോട്ട് ചെയ്യുന്ന വലിയ പാർട്ടിയിലെ സ്ഥാനാർത്ഥിയെ പൂർണ്ണമായിട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല, ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ തങ്ങൾക്ക് ഭേദം എന്ന് തോന്നുന്ന ഒരാൾക്ക് അവർ വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ FPTP രീതിയിൽ പലപ്പോഴും ചെറിയ അല്ലെങ്കിൽ തദ്ദേശ പാർട്ടികൾക്ക് വോട്ട് കിട്ടാതിരിക്കുകയും ആളുകൾ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമില്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഇനി ഈ സാഹചര്യത്തിൽ നമുക്ക് മറ്റൊരു വോട്ടിംഗ് രീതിയെക്കുറിച്ച് പരിചയപ്പെടാം. അതിനെയാണ് ഇൻസ്റ്റൻറ്റ് റൺ ഓഫ് വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്യുന്നതിന് പകരം എല്ലാ സ്ഥാനാർത്ഥികൾക്കും അവരുടെ പ്രിഫറൻസ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ 4 പേര് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇവരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ആരാണ് അയാൾക്ക് ഒന്നാമത്തെ പ്രിഫറൻസ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ആരാണോ അയാൾക്ക് രണ്ടാം പ്രിഫറൻസ്, അങ്ങനെ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് അവസാനത്തെ പ്രിഫറൻസ് എന്നിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഇൻസ്റ്റൻറ്റ് റൺ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വോട്ട് എണ്ണുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത്തരം തിരഞ്ഞെടുപ്പുകളിൽ ഒരാൾ ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് ജയിക്കണമെങ്കിൽ മിനിമം ഇത്ര വോട്ടുകൾ അല്ലെങ്കിൽ ഇത്ര ശതമാനം വോട്ട് നേടണം എന്ന് പറയും. കൂടുതൽ സമയത്തും ആകെ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ 50% നേടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വോട്ട് എണ്ണുന്ന സമയത്ത് ഫസ്റ്റ് റൗണ്ടിൽ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചിട്ടുള്ള ഒന്നാം പ്രിഫറൻസ് വോട്ടുകളാണ് എണ്ണുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ടിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് 50% കൂടുതൽ വോട്ട് കിട്ടുകയോ അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മിനിമം വോട്ടുകളുടെ അളവ് എത്രയാണോ അതിൽ കൂടുതൽ കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. ഇനി അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലോ? അപ്പോൾ നമുക്ക് നമ്മുടെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ ഈ 4 പാർട്ടികൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഇൻസ്റ്റൻറ്റ് റൺ ഓഫ് സിസ്റ്റം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്നാം റൗണ്ടിൽ ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട റിസൾട്ട് തന്നെയാണ് വരുന്നതെന്ന് വിചാരിക്കാം. റെഡ് പാർട്ടിക്ക് 35 വോട്ട്, ബ്ലൂവിന് 30, ഓറഞ്ചിന് 20, വൈറ്റിന് 15. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥിക്കും 50% മേലെ വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 50 വോട്ട് കിട്ടിയാൽ മാത്രമേ 50% മേലെ വോട്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളെ ഇവിടെ നിന്നും എലിമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഉദാഹരണത്തിൽ വൈറ്റ് പാർട്ടിക്കാണ് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നതെന്ന് കാണാം. അയാളെ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം അയാളുടെ വോട്ടുകളിൽ സെക്കൻഡ് പ്രിഫറൻസ് ഏത് സ്ഥാനാർത്ഥിക്കാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ഇയാളുടെ വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ ഉദാഹരണത്തിൽ ഈ വൈറ്റ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള 15 വോട്ടുകളുടെയും സെക്കൻഡ് പ്രിഫറൻസ് റെഡ് പാർട്ടി ആയിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 15 വോട്ടുകളും റെഡ് പാർട്ടിക്ക് കിട്ടും. അപ്പോൾ 35 വോട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ 15 കൂടെ ചേരുമ്പോൾ അയാൾക്ക് 50 വോട്ടുകൾ കിട്ടിയിരിക്കുന്നതാണ്. ആ ഒരു കോട്ട അയാൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് കാണാം. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള റെഡ് പാർട്ടിയെ അല്ലെങ്കിൽ റെഡ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് റൺ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ, അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ഒരു ഇൻസ്റ്റൻറ്റ് റൺ ഓഫ് രീതിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നതിലൂടെ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ ജയിക്കുന്ന ആൾക്ക് മിനിമം 50% വോട്ട് കിട്ടണം എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കൃത്യം ഇത്ര അളവ് വോട്ട് കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ ജയിക്കുന്ന ആളെ ആ മണ്ഡലത്തിലെ ഭൂരിഭാഗം പേരെങ്കിലും കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജനാധിപത്യപരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് രീതിയായിട്ട് ഈ ഒരു സിസ്റ്റത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഇനി അടുത്തത് ചെറിയ പാർട്ടികളെ സംബന്ധിച്ചാണ്. ആളുകൾക്ക് ചെറിയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ജയസാധ്യത കുറവാണെങ്കിൽ പോലും അയാൾക്ക് ഒന്നാം പ്രിഫറൻസ് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്.
ഇനി ആ സ്ഥാനാർത്ഥിക്ക് ജയസാധ്യത കുറവായതുകൊണ്ട് വലിയ പാർട്ടികളിലെ ഭേദപ്പെട്ട സ്ഥാനാർത്ഥിയെ രണ്ടാം പ്രിഫറൻസ് ആയിട്ടും കൊടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഈ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഇഷ്ടമല്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഒരു രീതി സഹായിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വോട്ടിംഗ് സിസ്റ്റത്തിലേക്ക് കടക്കാം. ലോകത്തിലെ 80-ലധികം രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണത്. മാത്രമല്ല ജനാധിപത്യത്തിന് ഏറ്റവും അനുകൂലമായ വോട്ടിംഗ് രീതി എന്ന് പലരും ഈ രീതിയെ വിശേഷിപ്പിക്കാറുണ്ട്. ഇതിനെയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ മത്സരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും അവർക്ക് കിട്ടിയ വോട്ടിനനുസരിച്ച് സീറ്റുകൾ വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് നേരത്തെ പറഞ്ഞ കണക്കുകളിൽ പാർട്ടികൾക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനത്തിലും അതുപോലെ തന്നെ ലോക്സഭയിൽ അവർക്ക് കിട്ടുന്ന സീറ്റുകളിലും വലിയൊരു പൊരുത്തക്കേടുണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ നോക്കിയാലും ആ ഒരു മണ്ഡലത്തിലെ 15% ആളുകൾ വൈറ്റ് പാർട്ടി ജയിക്കണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് വോട്ട് ചെയ്തിട്ടും ആ വൈറ്റ് പാർട്ടി ജയിച്ചില്ല. സ്വാഭാവികമായിട്ടും ലോക്സഭയിൽ ആ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയും കാണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പൊരുത്തക്കേടുകൾ ഒഴിവാക്കുകയാണ് ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു സിസ്റ്റം പല രാജ്യങ്ങളിലും പല രീതിയിലാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്യുവർ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഒരു രാജ്യം മുഴുവൻ ഒറ്റ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഓരോ ആളുകളും അവരുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിന് പകരം ഓരോ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ആ ഒരു പാർട്ടിക്ക് ആ ഒരു ഇലക്ഷനിൽ കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനത്തിനനുസരിച്ച് അവർക്ക് അതാത് സഭകളിൽ സീറ്റുകളും വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രായേലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്യുവർ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിലാണ് വോട്ടിംഗ് നടക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. ഓരോ പാർട്ടിക്കും വോട്ടിനനുസരിച്ച് സീറ്റ് കിട്ടുമെങ്കിലും ആ സീറ്റുകൾ ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ധാരണയും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ജയിച്ച സീറ്റുകളിൽ MP ആയിട്ടോ MLA ആയിട്ടോ പോകുന്നത് ആരാണെന്ന് ആളുകൾക്ക് യാതൊരു ഐഡിയയും ഉണ്ടാവില്ല. ജനങ്ങൾ ഏതെങ്കിലുമൊക്കെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, പക്ഷേ ആ പാർട്ടി ആ മണ്ഡലത്തിൽ MLA ആയിട്ട് അല്ലെങ്കിൽ MP ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ ജനങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളെ ആയിരിക്കും. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു രീതി സ്വീകരിക്കാറുണ്ട്. അതിനെയാണ് പാർട്ടി ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഓരോ പാർട്ടിയും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർ ജയിച്ചാൽ കിട്ടുന്ന സീറ്റുകളിലേക്ക് ആരെയൊക്കെയാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ പാർട്ടി ജയിച്ചാൽ ആരൊക്കെയാണ് അധികാരത്തിൽ വരിക, അല്ലെങ്കിൽ ആരൊക്കെയാണ് MP അല്ലെങ്കിൽ MLA ഒക്കെ ആവുക എന്ന് നേരത്തെ മനസ്സിലാക്കി ആ ഒരു ധാരണയോടെ വോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ പാർട്ടി ലിസ്റ്റ് സംവിധാനത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ തന്നെ വേറെയും 2 രീതികളുണ്ട്. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ഈ ഒരു സിസ്റ്റത്തിന് ഒരു സ്ഥിര ഓർഡർ ഉണ്ടാവും. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 100 സീറ്റുകളാണുള്ളത് എന്ന് വിചാരിക്കാം. ഓരോ പാർട്ടിയും 100 പേരുടെ ലിസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പുറത്തുവിടുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ആ പാർട്ടിക്ക് ആകെ 35% വോട്ടുകളാണ് കിട്ടുന്നത്. അതുവഴി 35% സീറ്റുകളാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ മൊത്തം 100 സീറ്റ് ആയതുകൊണ്ട് ആ പാർട്ടിക്ക് കിട്ടുന്നത് 35 സീറ്റായിരിക്കും. അപ്പോൾ ആ പാർട്ടി നേരത്തെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്ന 35 പേര് ആരൊക്കെയാണോ ആ 35 പേരെ ആയിരിക്കും തിരഞ്ഞെടുത്ത് ആ ഒരു സഭയിലേക്ക് അയക്കുന്നത്. ഇതിനെയാണ് ക്ലോസ്ഡ് ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പാർട്ടി ലിസ്റ്റ് സിസ്റ്റത്തിലെ അടുത്ത സിസ്റ്റം പരിചയപ്പെടാം. ഇതിനെയാണ് ഓപ്പൺ ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പാർട്ടികൾ ലിസ്റ്റ് പുറത്തുവിടുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ആളുകൾ ഓരോരോ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നു. അതോടൊപ്പം ആ പാർട്ടിയുടെ ലിസ്റ്റിൽ ഓരോ കാൻഡിഡേറ്റ്സിനും അവരവരുടെ പ്രിഫറൻസും രേഖപ്പെടുത്തുന്നു. അതായത് ആ പാർട്ടി ജയിച്ച് അവർക്ക് സീറ്റുകൾ കിട്ടിക്കഴിയുമ്പോൾ തങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രിഫറൻസ് അനുസരിച്ചിട്ടുള്ള ആളുകൾക്കായിരിക്കണം സീറ്റുകൾ നൽകേണ്ടത് എന്നാണ് ആളുകളുടെ ഈ പ്രിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഓപ്പൺ ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ നിയന്ത്രണം ലഭിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ വിവിധ രീതികളിൽ നടക്കുന്ന ഈ ഒരു വോട്ടിംഗ് സംവിധാനത്തിനെയാണ് നമ്മൾ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ രീതിയിലൂടെ ഈ ജനങ്ങളുടെ ഇഷ്ടത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഇഷ്ടത്തിന് കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് നടക്കും എന്നതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു രീതിയിലൂടെ കുറച്ച് വോട്ട് മാത്രം നേടുന്നവർക്ക് ഒരുപാട് സീറ്റുകളും ഒരു മൃഗീയ ഭൂരിപക്ഷമൊക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാനും സാധിക്കും. എന്നാൽ ഈ സിസ്റ്റത്തിനും ചില മോശം വശങ്ങളുണ്ട് എന്ന് കാണാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് 2019 ജനറൽ ഇലക്ഷനിൽ ഇന്ത്യയിൽ നമ്മൾ ഈ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന് പകരം പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നതെങ്കിൽ ഓരോ പാർട്ടികൾക്കും എത്ര സീറ്റ് കിട്ടുമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, BJPക്ക് ടോട്ടൽ 37.3% സീറ്റുകളായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്കറിയാം ലോക്സഭയിൽ മൊത്തം 543 സീറ്റുകളാണുള്ളത്. ഈ 543 സീറ്റുകളുടെ 37.3% എന്ന് പറയുന്നത് 202 സീറ്റുകളാണ്. അപ്പോൾ നിലവിൽ അവർക്ക് 303 സീറ്റുകളുള്ളത് 202 സീറ്റുകളായി കുറയും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് 19.4% വോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 543ൻ്റെ 19.4% എന്ന് പറയുന്നത് 105 സീറ്റാണ്. നിലവിൽ അവർക്ക് 52 സീറ്റായിരുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നെങ്കിൽ 105 മാറുമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാം.
അപ്പോൾ ഇതിലൂടെ FPTP സിസ്റ്റവും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും. ഇനി നമുക്ക് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ചില നെഗറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്വതന്ത്രരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കാണ്. അവർ തഴയപ്പെടുകയാണ്. എപ്പോഴും പാർട്ടി അനുസരിച്ച് മാത്രം വോട്ടിംഗ് നടക്കുമ്പോൾ ഒരു പാർട്ടിയിലും പെടാതെ മത്സരിക്കാൻ ആളുകൾക്ക് സാധിക്കാതെ പോകുന്നു. ഇനി അടുത്തത് ഈ വോട്ട് ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആളുകൾ ഓരോ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നു, ആ പാർട്ടി നിശ്ചയിക്കുന്ന ആൾ ജയിക്കുന്നു. ഇങ്ങനെ ജയിക്കുന്ന ആളുകൾ ഏത് മണ്ഡലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു വലിയ ചോദ്യം ഉയർന്നു വരികയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സമയങ്ങളിലും ആ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലെ ഒരു മികച്ച ആളെയാണ് പാർട്ടികൾ സ്ഥാനാർത്ഥികളായി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരും അവിടുത്തെ ജനങ്ങളും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ജയിച്ച് അവിടുത്തെ ജനപ്രതിനിധിയായാൽ ആ ഒരു മണ്ഡലത്തിലെ കാര്യങ്ങൾ അയാൾക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ്. ഇനി ഇത് മാത്രമല്ല, ചില സമയങ്ങളിൽ ആളുകൾ ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ നന്നായിരിക്കും എന്ന് ആഗ്രഹിച്ചാൽ പോലും മറ്റൊരു പാർട്ടിയിൽ നിന്ന് മികച്ച വ്യക്തികൾ മത്സരിച്ച് കഴിഞ്ഞാൽ അത് വേറെ പാർട്ടിയാണെന്നുള്ളത് അവർക്ക് വിഷയമല്ല, അത്തരത്തിലുള്ള ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൽ നടക്കുകയില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ നെഗറ്റീവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളും മിക്സറായിട്ടുള്ള വോട്ടെടുപ്പ് രീതികളൊക്കെ അവലംബിക്കാറുണ്ട്. അതായത് ഒരേ സമയം ഈ FPTP രീതിയിലും പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ രീതിയിലും വോട്ടെടുപ്പ് നടക്കുന്ന രാജ്യങ്ങളുമുണ്ട്. മിക്സഡ് മെമ്പർ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ചെറിയ ചില ഉദാഹരണങ്ങളാണ്. അതൊക്കെ കുറച്ചുകൂടെ കോംപ്ലക്സ് പ്രോസസ്സുകളായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഇനി അതോടൊപ്പം ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ രീതിയിൽ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗ സമയങ്ങളിലും ഈ പാർട്ടികൾക്ക് വലിയ ഭൂരിപക്ഷം ലഭിക്കാറില്ല. അവർക്ക് കിട്ടുന്ന ആ ഒരു വോട്ട് പെർസെൻറ്റേജിനനുസരിച്ചുള്ള സീറ്റ് മാത്രമേ ലഭിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു സാഹചര്യം ലഭിക്കാറില്ല. അതായത് ഭൂരിഭാഗം സമയങ്ങളിലും കോവലീഷൻ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ കൂട്ടുകക്ഷി സർക്കാരുകളാണ് ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ട് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കോവലീഷൻ ഗവൺമെൻറ്റുകൾക്ക് സ്ഥിരത കുറവായിരിക്കുമെന്നും എപ്പോൾ വേണമെങ്കിലും അത്തരത്തിലുള്ള സർക്കാരുകൾ താഴെ വീഴാൻ സാധ്യതയുണ്ട് എന്നും അത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്നും ഇതിനെ പ്രതികൂലിക്കുന്ന ചില ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നത് കാണാം. അപ്പോൾ ഇത്രയും നേരവും പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ലോകത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ട് നമ്മൾ കാണാറുള്ളത്. അതോടൊപ്പം ഓരോ രീതികൾക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ വോട്ടിംഗ് രീതി ഏറ്റവും മികച്ചതാണോ? അല്ലെങ്കിൽ ഏത് രീതിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾക്കും ഒപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാനറ HSBC ലൈഫിൻ്റെ NFOയെ കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഇതോടൊപ്പം ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.